ഇന്നത്തെ ലഞ്ച് പ്ലേറ്റ് സെറ്റ് ചെയ്താലോ? ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ സ്വന്തം വെജിറ്റബിൾ ഗാർഡനിൽ സ്വന്തമായിട്ട് നട്ട് വളർത്തിയെടുത്ത വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ചെങ്കിലും ഇടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ശരിക്കും നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള വെജിറ്റബിൾസ് കിട്ടാനും അതുകൂടാതെ തന്നെ ഇവൻ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടും ഈ ചെറിയ ചെറിയ കൃഷി രീതികൾ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വെജിറ്റബിൾ എന്ന് പറയുന്നത് വഴുതനങ്ങ അഥവാ എഗ് പ്ലാന്റ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻ കെയും അതുകൂടാതെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിനും കാർഡിയോവാസ്കുലർ ഹെൽത്തിനും ഡൈജസ്റ്റീവ് ഹെൽത്തിനൊക്കെ ഒത്തിരി ബെനിഫിഷ്യലായിട്ടുള്ള വെജിറ്റബിളാണ് ഈ വഴുതനങ്ങ അഥവാ എഗ് പ്ലാന്റ്. അപ്പോൾ ഇത് വെച്ച് ഒത്തിരി റെസിപ്പി ട്രൈ ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ പ്രിപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഞാൻ ചോറ് എടുത്ത് വെച്ചു. 6 ടേബിൾ സ്പൂൺ റൈസ് അഥവാ 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ വെച്ചിട്ട് തന്നെയുള്ള ഒരു ചാറുകറി ഉണ്ട്, പിന്നെ ഒരു മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ സാലഡ്, കുക്കുംബറൊന്നും ഇടാത്ത പ്ലെയിൻ സാലഡാണ്, പിന്നെ നമുക്ക് കൂർക്കയുണ്ട്, പിന്നെ പ്രോട്ടീൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു എഗ്ഗ് ഫുള്ളായിട്ട് ബോയിൽ ചെയ്തതുമാണ്. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്ലേറ്റ്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് 1-2 കറികളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്